ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്ററാണ് പഠിക്കുന്നത്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് സെൽ സൈക്കിൾ എന്താണെന്നും എന്താണ് എം ഫേസ് അല്ലെങ്കിൽ മൈറ്റോട്ടിക് അല്ലെങ്കിൽ മിയോസിസ് ഫേസ്, സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ്, മൈറ്റോസിസിന്റെ ആവശ്യകത എന്താണ്, മിയോസിസിന്റെ ആവശ്യകത എന്താണ്, മിയോസിസ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്കറിയാലോ, എല്ലാ ലിവിങ് ഓർഗാനിസംസ്, അത് എത്ര വലിയ ഓർഗാനിസം ആണെങ്കിലും അവരവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് അല്ലേ. ആ സിംഗിൾ സെല്ല് ഇപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ലിവിങ് ഓർഗാനിസം ആണെങ്കിൽ ആ സിംഗിൾ സെല്ല് സൈഗോട്ടാണ് അല്ലേ. സിംഗിൾ സെല്ല് സൈഗോട്ടിൽ നിന്നാണ് എല്ലാ വലിയ ലിവിങ് ഓർഗാനിസം, എത്ര വലിപ്പമുള്ള ഓർഗാനിസം ആണെങ്കിലും അതിൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയാണ് ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് ഇത്രയും വലിയ ഓർഗാനിസം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ആ സെല്ലിന് ഗ്രോത്തും ആ സെല്ലിന് റീപ്രൊഡക്ഷനും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ്. അതൊക്കെ ഈ സെല്ലിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. എല്ലാ ലിവിങ് ഓർഗാനിസത്തിലെയും സെൽസ് ഗ്രോ ചെയ്യുകയും റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സെൽസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഓരോ പേരൻ്റൽ സെല്ലും രണ്ട് ഡോട്ടർ സെല്ലായിട്ട് മാറുകയും ഓരോ സമയവും അത് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അതായത് ഇപ്പോൾ ഒരു പേരൻ്റൽ സെല്ല് രണ്ട് ഡോട്ടർ സെല്ലായ ആ രണ്ട് ഡോട്ടർ സെല്ല് വീണ്ടും എന്തായിട്ട് ആക്ട് ചെയ്യും, പേരൻ്റൽ സെല്ലായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് അത് വീണ്ടും ഗ്രോ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു ന്യൂ സെൽ പോപ്പുലേഷൻ തന്നെ ഉണ്ടാക്കും ഈ ഗ്രോത്തും ഡിവിഷനും വഴി. ഒരു സിംഗിൾ പേരൻ്റൽ സെല്ലിൽ നിന്ന് അതിൻ്റെ പ്രോജനീസ് കുറേ ഉണ്ടായിയാണ് അത്രയും വലിയ ഓർഗാനിസം ആയിട്ട് മാറുന്നത്. അതായത് ഒരു സിംഗിൾ സെല്ല് സൈഗോട്ട് ആണെങ്കിൽ ആ സൈഗോട്ട് ഫസ്റ്റ് ഡിവിഷൻ നടന്ന് 2 സെല്ലായിട്ട് മാറും. ആ 2 സെല്ല് 4 സെല്ലായിട്ട് മാറും, 4 സെല്ല് 8 സെല്ലായിട്ട് മാറും. അങ്ങനെ മൾട്ടിപ്പിൾ ഡിവിഷൻസ് ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ, ഒരുപാട് ഡിവിഷൻസ് നടന്നു കഴിയുമ്പോൾ വലിയൊരു ഓർഗാനിസം ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ ഒരു ഗ്രോത്ത് ആൻഡ് ഡിവിഷൻ്റെ ഒരു സൈക്കിൾ നടക്കുന്നുണ്ട്. ഒരു സിംഗിൾ സെല്ല് നടക്കുന്ന ഒരു സൈക്കിൾ, ഗ്രോത്ത് ആൻഡ് ഡിവിഷൻ സൈക്കിൾ കൊണ്ടാണ് ഇത്രയും മില്യൺസ് ഓഫ് സെൽസ് ഉണ്ടാവുന്നു, അത്രയും വലിയ ഓർഗാനിസം ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. ആർ യു അവെയർ ദാറ്റ് ഓൾ ഓർഗാനിസം, ഈവൻ ദ ലാർജസ്റ്റ്, സ്റ്റാർട്ട് ദെയർ ലൈഫ് ഫ്രം എ സിംഗിൾ സെൽ? യു മേ വണ്ടർ ഹൗ എ സിംഗിൾ സെൽ then goes on to form such large organisms. Growth and reproduction are characteristics of cells, indeed of all living organisms. All cells reproduce by dividing into two, with each parental cell giving rise to two daughter cells each time they divide. These newly formed daughter cells can themselves grow and divide, giving rise to a new cell population that is formed by the growth and division of a single parental cell and its progenies. In other words, such cycle of growth and division allow a single cell to form a structure consisting of millions of cells കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. എന്താണ് ഡിവിഷൻ്റെ ആവശ്യം, എങ്ങനെയാണ് ഒരു ഓർഗാനിസം ഇത്രയും വലിയ ഓർഗാനിസം ആയിട്ട് മാറുന്ന ഒരു സിംഗിൾ സെല്ലിൽ നിന്ന്, അത് പറഞ്ഞതാണ്. ഇനി നമുക്ക് സെൽ സൈക്കിൾ എന്താണെന്ന് നോക്കാം. സെൽ ഡിവിഷൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ് ലിവിങ് ഓർഗാനിസത്തിൽ. സെൽ ഡിവിഷൻ്റെ സമയത്ത് ഒരു സെല്ലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് അത്ര ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്താണ്? അതിൻ്റെ ഉള്ളിലാണ് DNA ഇരിക്കുന്നത്. ഈ DNA എന്താണ്? ജനറ്റിക് മെറ്റീരിയലാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ജനറ്റിക് മെറ്റീരിയലാണ് നമ്മുടെ എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് റെഗുലേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്ന DNA അങ്ങനെ തന്നെ പ്രോജനിയിലേക്ക് കിട്ടണം. എന്നാൽ മാത്രമാണ് ആ പുതിയ പ്രോജനി ആ പേരൻ്റൽ സെല്ലിലെ പോലെ ഫങ്ഷൻ ചെയ്യുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ സെൽ ഡിവിഷൻ്റെ സമയത്ത് ഒരു സെല്ല് DNA എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതായത് DNA റിപ്ലിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ DNA റിപ്ലിക്കേറ്റ് ചെയ്യണം, സെല്ല് ഗ്രോ ചെയ്യണം. സെല്ല് ഗ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ എന്തൊക്കെ സെൽ ഓർഗനൽസ് ഉണ്ടോ അതൊക്കെ ആ ഒരു സെല്ലിന് മതിയായതാണ് അല്ലേ. അപ്പോൾ ആ സെല്ലിന് മതിയായ സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് പോരാ, അവർക്ക് ആ ഡോട്ടർ സെല്ലിലേക്ക് പങ്കുവെച്ച് കൊടുക്കാനുള്ളതും കൂടി വേണം. അതുകൊണ്ട് തന്നെ ആ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ ബാക്കി എല്ലാ സെൽ ഓർഗനൽസിൻ്റെയും നമ്പർ കൂട്ടണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് നടക്കണം? സെൽ ഡിവിഷനും നടക്കണം. ഈ എല്ലാ പ്രോസസ്സും, അതായത് സെൽ ഡിവിഷനും DNA റിപ്ലിക്കേഷനും സെൽ ഗ്രോത്തും, ഇതൊക്കെ ഒരു കോർഡിനേറ്റഡ് വേയിൽ നടന്നാൽ മാത്രമാണ് സെൽ ഡിവിഷൻ നടക്കുകയുള്ളൂ. അതേപോലെ തന്നെ പ്രോജനി സെല്ല് ഫോം ചെയ്യുള്ളൂ. ആ പ്രോജനി സെല്ലിൽ കറക്റ്റ് ആയിട്ടുള്ള ജീനോം ഉണ്ടാവുള്ളൂ. ഇൻടാക്റ്റ് ജീനോം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് DNA ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കംപ്ലീറ്റ് ജീനോം എന്ന് പറയുന്നത് കംപ്ലീറ്റ് DNA ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് DNA അടുത്ത സെല്ലിലേക്ക് പോകണമെങ്കിൽ ഈ എല്ലാ ഈവൻസും അത്ര
കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നടക്കണം. ഈ സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് ബൈ വിച്ച് എ സിംഗിൾ സെൽ ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ്സ് ജീനോം, സിന്തസിസ് ദ അതർ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ദ സെൽസ് ആൻഡ് ഈവൻച്വലി ഡിവൈഡ് ഇൻ ടു 2 ഡോട്ടർ സെൽസ്, അതിനെ ആ സീക്വൻസ് ഓഫ് ഈവൻറ്റ്സിനെ നമ്മൾ സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് ഒരു സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് ആണ് സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞല്ലോ. അതായത് അതിൻ്റെ ജീനോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, അത് അതർ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ദ സെൽസ് ഉണ്ടാക്കുക, അതായത് അതർ സെൽ ഓർഗനൽസ് ഒക്കെ ഡബിൾ ആവുക, അതേപോലെ അതിൻ്റെ ഈ സെല്ല് ഡിവൈഡ് ചെയ്യുക, ഈ സെല്ല് ഡിവൈഡ് ചെയ്ത് ഡോട്ടർ സെല്ലായിട്ട് മാറുക, ഇങ്ങനെയുള്ള എല്ലാ ഈവൻസും കൂടി ഒരു കോർഡിനേറ്റഡ് വേയിൽ നടക്കുമ്പോൾ അതിനെയാണ് നമ്മൾ സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ സെൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് ബർത്ത് ചെയ്താൽ അത് ഡിവിഷൻ നടക്കുന്ന അതിൻ്റെ കംപ്ലീറ്റ് ലൈഫിനെയാണ് നമ്മൾ സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ പറയില്ല ലൈഫ് സൈക്കിൾ എന്ന്, അതേപോലെ തന്നെ സെല്ലിൻ്റെ ലൈഫ് സൈക്കിളാണ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു സെല്ലുണ്ടായി, ആ സെല്ല് വളർന്ന് ആ സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്ത് പിന്നെ ആ സെല്ല് അതിൻ്റെ എന്താ പറയുക റെസ്റ്റിംഗ് സ്റ്റേജിലേക്ക് പോകുന്ന വരെയുള്ള കംപ്ലീറ്റ് ഇവൻറ്റ്സ്. പക്ഷെ നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സെൽ സൈക്കിളിൽ മറ്റേ സെല്ല് ഗ്രോ ചെയ്യുന്നതും DNA റിപ്ലിക്കേറ്റ് ചെയ്യുന്നതും സെൽ ഡിവിഷൻ നടക്കുന്നതും വരെയാണ്. സെൽ ഡിവിഷൻ നടന്നാൽ പിന്നെ എന്താണ്, അത് പുതിയ 2 ഡോട്ടർ സെൽസാണ്. ആ ഒരു സെല്ലിൻ്റെ ആ ഒരു എന്താ പറയുക റീപ്രൊഡക്ഷൻ കഴിയുന്നതോടുകൂടി ആ സെല്ലിൻ്റെ ഐഡൻറ്റിറ്റി പോയി അല്ലേ, അത് പിന്നെ 2 ഡോട്ടർ സെല്ല് പുതിയ സെൽസായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുവരെയുള്ള ഒരു ഈവൻ്റാണ് എന്ത് പറയുന്നത്, സെൽ സൈക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. സെല്ല് ഗ്രോ ചെയ്യുന്നത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ സൈറ്റോപ്ലാസ്മിക് കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുന്നത് തന്നെയാണ് സെൽ ഗ്രോത്ത് എന്ന് പറയുന്നത് കേട്ടോ. അത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് സെൽ സൈക്കിളിൽ കുറേ സ്റ്റേജസ് ഉണ്ട്. ആ മിക്കവാറും ഇൻ്റർഫേസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്യും ഈ സൈറ്റോപ്ലാസ്മിക് കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുന്ന നമുക്ക് കണ്ടിന്യൂസ് പ്രോസസ്സ്. അതായത് സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് അത് പാസ് ചെയ്യുന്ന G1S G2 ഫേസ് എന്ന് പറഞ്ഞാൽ 3 ഫേസ് ഉണ്ട്. ഈ 3 ഫേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെല്ലിൻ്റെ ഗ്രോത്ത് കാണാം. അതായത് സൈറ്റോപ്ലാസം ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് കാണാം. അതേപോലെ DNA സിന്തസിസ് നടക്കുന്ന ഒരു സ്പെസിഫിക് സ്റ്റേജിൽ മാത്രമാണ്, അതായത് സിന്തറ്റിക് ഫേസ് എന്ന ആ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ മാത്രമാണ്. അവിടെ ക്രോമസോം റിപ്ലിക്കേറ്റ് ചെയ്യാണ് ചെയ്യുക, അല്ലെങ്കിൽ DNA റിപ്ലിക്കേറ്റ് ചെയ്യാണ് ചെയ്യുക. എന്നിട്ടത് ഈക്വലായിട്ട് ഡോട്ടർ ന്യൂക്ലിയയിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ആ സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ഡോട്ടർ ന്യൂക്ലിയയിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പല സ്റ്റെപ്സിൽ കൂടിയാണ് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് എന്നീ സ്റ്റെപ്പുകളിൽ ആണ്. ഈ സ്റ്റെപ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ജനറ്റിക് ഫാക്ടേഴ്സാണ്, ജീനാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. സെൽ സൈക്കിൾ. സെൽ ഡിവിഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഇൻ ഓൾ ലിവിങ് ഓർഗാനിസം. ഡ്യൂറിംഗ് ദ ഡിവിഷൻ ഓഫ് എ സെൽ, DNA replication and cell growth also take place. All these processes, that is cell division, DNA replication and cell growth, hence have to take place in a coordinated way to ensure correct division and formation of a progeny cell containing intact genomes. The sequence of events by which a cell duplicates its genome, synthesizes the other constituent of the cell and eventually divides into 2 daughter cells, that is called as cell cycle. Although cell growth in terms of cytoplasmic increase is a continuous process, അതായത് ആ ഇൻ്റർഫേസിൽ G1 സ്റ്റേജിലും S സ്റ്റേജിലും G2 സ്റ്റേജിലും ഈ പറയുന്ന സെൽ ഗ്രോത്ത് കാണാൻ പറ്റും. സൈറ്റോപ്ലാസം ഇൻക്രീസ് ചെയ്യുന്ന കാണാൻ പറ്റും. DNA synthesis occurs only during one specific stage in the cell cycle, that is synthetic phase. Replicated chromosomes, that is or DNA, are then distributed to daughter nuclei by a complex series of events during cell division. അതായത് അത് ന്യൂക്ലിയസിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ് M ഫേസിൽ നടക്കുന്നതാണ്, മൈറ്റോട്ടിക് ഫേസിൽ അല്ലെങ്കിൽ മിയോട്ടിക് ഫേസിൽ നടക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഈക്വൽ ഡിവിഷനാണ് പറയുന്നതെങ്കിൽ മൈറ്റോട്ടിക് ഫേസിൽ നടക്കുന്നതാണ്, അത് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേജ് അതൊരു കോംപ്ലക്സ് സീരീസ് ഓഫ് ഈവൻറ്റ്സ് ആണ്. ആ റിപ്ലിക്കേറ്റ് ചെയ്ത DNA ഈക്വലായിട്ട് 2 ഡോട്ടർ സെല്ലിലേക്ക് ഭാഗം ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. ഈ ഈവൻറ്റ്സ് ജനറ്റിക് കൺട്രോളിൻ്റെ, അതായത് ഇതിന് ദീസ് ഈവൻറ്റ്സ് ആർ ടേക്കിംഗ് പ്ലേസ് അണ്ടർ ജനറ്റിക് കൺട്രോൾ. ജനറ്റിക് കൺട്രോൾ ആണ് ഈ ഈവൻറ്റ്സ് നടക്കാൻ വേണ്ടി ഈ ഈവൻറ്റ്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഫേസ് ഓഫ് സെൽ സൈക്കിൾ നോക്കാം. ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് സെൽ സൈക്കിൾ. ഒരു ടിപ്പിക്കൽ യൂക്യാരിയോട്ടിക് സെല്ല്, എക്സാമ്പിൾ ഹ്യൂമൻ സെൽ,
ഒരു കൾച്ചറിൽ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഏതൊക്കെ ഫേസസിൽ കൂടെ സെൽ സൈക്കിളിൽ അത് പാസ് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഈ സെല്ല് വൺസ് ഒരു 24 അവേഴ്സിൽ ഒരു പ്രാവശ്യം ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഫിഗർ 10(1) കൊടുത്തിട്ടുള്ള ഒരു ഡയഗ്രമാറ്റിക് വ്യൂ ഓഫ് സെൽ സൈക്കിൾ ഇൻഡിക്കേറ്റിംഗ് ഫോർമേഷൻ ഓഫ് 2 cells ഫ്രം 1 സെല്ലാണ് കേട്ടോ. അതായത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ പോകുന്ന ഒരു സെല്ല് അതിൻ്റെ ഇൻ്റർഫേസിൽ കൂടെ പാസ് ചെയ്യും. അതായത് അതിൻ്റെ പ്രിപ്പറേറ്ററി ഫേസാണ് ഈ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഈ പ്രിപ്പറേറ്ററി ഫേസിൽ സെല്ല് പ്രിപ്പയർ ചെയ്യുകയാണ് അതിൻ്റെ ഡിവിഷന് വേണ്ടിയിട്ട്. അപ്പോൾ G1 ഫേസിൽ സൈറ്റോപ്ലാസം ഗ്രോ ചെയ്യും, സിന്തറ്റിക് ഫേസിൽ റിപ്ലിക്കേഷൻ നടക്കും, അതേപോലെ സൈറ്റോപ്ലാസം ഗ്രോ ചെയ്യും, G2 ഫേസിലും സൈറ്റോപ്ലാസം ഗ്രോ ചെയ്യും. ഈ M ഫേസിൽ വന്നിട്ടാണ് അതിൻ്റെ ഡിവിഷൻ നടക്കുന്നത്. M ഫേസിൻ്റെ അവസാനം സെൽ ഡിവിഷൻ സൈറ്റോകൈനസിസ് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ സെൽ ഡിവിഷൻ്റെ ഡ്യൂറേഷൻ ഓരോ സെല്ലിലും വ്യത്യാസം ഉണ്ടാകും, ഓരോ ഓർഗാനിസത്തിലും വ്യത്യാസം ഉണ്ടാകും. എക്സാമ്പിൾ ഇഫ് ഈ സി ഈസ്റ്റ് നമ്മളെടുത്താൽ 90 മിനിറ്റ് മതി അതിൻ്റെ സെൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് രണ്ട് സെല്ലായിട്ട് ഒരു സെല്ല് 2 സെല്ലായിട്ട് മാറാൻ വേണ്ടിയിട്ട് 90 മിനിറ്റ്സ് മതി, അതായത് 1.5 മണിക്കൂർ. പക്ഷേ ഹ്യൂമൻ സെല്ലാണെങ്കിലോ 24 അവേഴ്സ് വേണം ഒരു സെൽ സൈക്കിൾ, ഒരു സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെൽ സൈക്കിൾ നമുക്ക് 2 ബേസിക് ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സെൽ സൈക്കിളിൽ 2 ബേസിക് ഫേസസ് ആണ് ഉള്ളത്. ഒന്ന് ഇൻ്റർഫേസും ഒന്ന് എം ഫേസ് അല്ലെങ്കിൽ മൈറ്റോസിസ് ഫേസ്. ഇൻ്റർഫേസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇൻ്റർഫേസ് എന്ന് പറയുന്ന എം ഫേസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ആക്ച്വൽ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ മൈറ്റോസിസ് ആണ്. ഇൻ്റർഫേസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് 2 മൈറ്റോട്ടിക് ഡിവിഷൻ്റെ ഇടയ്ക്കുള്ള 2 സക്സസീവ് എം ഫേസിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റേജിനെയാണ് നമ്മൾ എം ഫേസ് എന്ന് പറയുന്നത്. അതായത് ഒരു സെല്ല് 2ആയിട്ട് ഒരു സെല്ല് അതിൻ്റെ പ്രിപ്പറേറ്ററി ഫേസിൽ കൂടെ പാസ് ചെയ്ത് അതിൻ്റെ DNA റിപ്ലിക്കേഷനും സെല്ലിൻ്റെ ഗ്രോത്തും ഒക്കെ നടന്നിട്ട് സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 സെല്ലും വീണ്ടും അപ്പോൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന എന്തിനകത്താണ്? എം ഫേസിലാണ് സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. എം ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 സെല്ലും വീണ്ടും ഏതിൽ കൂടെ പാസ് ചെയ്യണം? പ്രിപ്പറേറ്ററി ഫേസിൽ കൂടെ പാസ് ചെയ്യണം. ആ പ്രിപ്പറേറ്ററി ഫേസിൽ കൂടെ പാസ് ചെയ്ത് വീണ്ടും അത് ഡിവൈഡ് ചെയ്യും. അപ്പോൾ കണ്ടോ, 2 എം ഫേസിൻ്റെ നടുക്കുള്ള പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രിപ്പറേറ്ററി ഫേസ് എന്ന് പറയാം. ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 24 അവേഴ്സ് സെൽ സൈക്കിൾ ഹ്യൂമൻ സെല്ലിൽ സെൽ സൈക്കിൾ ഡ്യൂറേഷൻ കണ്ടപ്പോൾ സെൽ ഡിവിഷൻ ഏകദേശം 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. പക്ഷെ അവരെ ഇൻ്റർഫേസ് 95%, 23 മണിക്കൂർ അത് ഇൻ്റർഫേസിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. അതായത് ഇൻ്റർഫേസ് ലാസ്റ്റ് മോർ ദാൻ 95% ഓഫ് ദ ഡ്യൂറേഷൻ ഓഫ് സെൽ സൈക്കിൾ എന്നാണ്. 95%ലും കൂടുതൽ ഏതാണ്? ഇൻ്റർഫേസിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും ഭാഗം ഒന്ന് വായിച്ചിട്ട് ഇനി അടുത്ത പോർഷൻ നോക്കാം. സി ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് സെൽ സൈക്കിൾ. എ ടിപ്പിക്കൽ യൂക്കാരിയോട്ടിക് സെൽ സൈക്കിൾ ഈസ് ഇല്ലസ്ട്രേറ്റഡ് ബൈ ഹ്യൂമൻ സെൽ ഇൻ കൾച്ചർ. These cells divide once in approximately every 24 hours. However, this duration of cell cycle can vary from organism to organism and also from cell type to cell type. Yeast, for example, can progress through the cell cycle in only about 90 minutes. The cell cycle is divided into 2 basic phases. One is interphase, next one is M phase or mitosis phase. The M phase represent when the actual cell division or mitosis occurs, and the interphase represent the phase between 2 mitotic phase അല്ലെങ്കിൽ 2 successive M phase. 2 successive M phase-ന്റെ ഇടയിലുള്ള സ്റ്റേജിനെയാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ടു നോട്ട് ദാറ്റ് ഇൻ ദ 24-hour average duration of cell cycle of a human cell division proper lasts for only about an hour. The interphase lasts more than 95% of the duration of cell cycle. എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 95% സെൽ സൈക്കിളിൻ്റെ ഡ്യൂറേഷനും ഈ പറയുന്ന ഇൻ്റർഫേസിലാണ്. അതായത് സെല്ല് അത്രമാത്രം പ്രിപ്പറേഷൻ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നതും അതിൻ്റെ സെല്ല് ഡിവൈഡ് ചെയ്യുന്നതും എന്ന് ചുരുക്കം. എം ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്ന ന്യൂക്ലിയർ ഡിവിഷൻ വഴിയാണ്. എം ഫേസിൽ ഫസ്റ്റ് ന്യൂക്ലിയർ ഡിവിഷൻ നടക്കും. അതായത് ഡോട്ടർ ക്രോമസോംസ് 2 സെല്ലിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ആ ഒരു പ്രോസസ്സിന് നമ്മൾ കാരിയോകൈനസിസ് എന്നാണ് പറയുന്നത്. കണ്ടോ, കാരിയോകൈനസിസ് എന്നാണ് പറയുക. ഇത്രയും ഭാഗം ഈ നീലയിൽ കാണിച്ചേക്കുന്നതാണ് കേട്ടോ കാരിയോകൈനസിസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈറ്റോപ്ലാസവും ഡിവൈഡ് ചെയ്ത് കൊടുക്കും. സൈറ്റോപ്ലാസവും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സെല്ലങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതിന് നമ്മൾ സൈറ്റോകൈനസിസ് എന്നാണ് പറയുന്നത്. ഈ
കാരിയോകൈനസിന് 4 സ്റ്റേജസ് ഉണ്ട്. ഒന്ന് പ്രോഫേസ്, ഒന്ന് മെറ്റാഫേസ്, ഒന്ന് അനാഫേസ്, ഒന്ന് ടീലോഫേസ്. അതായത് ഈക്വൽ ആയിട്ട് DNA ഡിവൈഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത്രയും കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ ആ DNA ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സീക്വൻഷ്യൽ ഈവൻറ്റ് തന്നെയാണ് എല്ലാ സെല്ലിലും ഒരു പർട്ടിക്കുലർ ഓർഡറിലുള്ള ഈവൻറ്റ്സ് ആണ് നടക്കുന്നത്. അതായത് ആദ്യം അതിൻ്റെ DNA എല്ലാം കണ്ടൻസ് ചെയ്യുക, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടിയിട്ട് ഇക്വേറ്റർ റീജിയനിൽ വന്ന് അറേഞ്ച് ചെയ്യുക, പിന്നെ അത് 2 കോർണറിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് പോവുക, അത് കഴിഞ്ഞ് ഡീകണ്ടൻസ് ചെയ്യുക, അങ്ങനത്തെ കുറേ പ്രോസസ്സ് ഓരോ സ്റ്റേജിലായിട്ടാണ് ഈ പറയുന്ന എം ഫേസിൽ കാരിയോകൈനസിസ് നടക്കുന്നത്. കാരിയോകൈനസിസ് കോംപ്ലക്സിറ്റി കൂടിയൊരു പ്രോസസ്സാണ്. അത് കാരിയോകൈനസിസ് കഴിഞ്ഞ് DNA 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ആ സെല്ലിൻ്റെ 2 കോർണറിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈറ്റോപ്ലാസം ഡിവിഷൻ, സൈറ്റോകൈനസിസ് വളരെ ഈസി ആയിട്ട് നടക്കും. അതാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻ്റർഫേസ് നമ്മൾ റെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ആ ടൈമിൽ സെല്ല് പ്രിപ്പയർ ചെയ്യുക, സെൽ ഡിവിഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ സെൽ ഗ്രോത്തും DNA റിപ്ലിക്കേഷനും ഒക്കെ ഇങ്ങനെ ഒരു ഓർഡർലി മാനറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർഫേസ് ഒരു റെസ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയാൻ കഴിയില്ല. ശരിക്കും ഇൻ്റർഫേസ് എങ്ങനെയാണ്? ഹൈ മെറ്റാബോളിക് ആക്ടിവിറ്റി കാണിക്കുന്ന സ്റ്റേജാണ് അല്ലേ? ആ ഇൻ്റർഫേസ് ഹൈ മെറ്റാബോളിക് ആക്ടിവിറ്റി കാണിക്കുന്ന സ്റ്റേജ് പല ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് ഈ G1 ഫേസ്, S ഫേസ്, G2 ഫേസ് എന്നിങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. G1 ഫേസ് നമുക്ക് ഗ്യാപ്പ് 1 ഫേസ് എന്ന് പറയാം. S ഫേസ് സിന്തസിസ് ഫേസ് ആണ്. G2 ഫേസ് ഗ്യാപ്പ് 2 ഫേസ് ആണ്. സീ ഹിയർ G1 ഫേസ്, S ഫേസ്, G2 ഫേസ്. ഇനി G1 ഫേസിലും S ഫേസിലും G2 ഫേസിലും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. G1 ഫേസ് 2 മൈറ്റോട്ടിക് ഡിവിഷൻ്റെ ഇൻ്റർവെല്ലിൽ ഇൻ്റർവെല്ലിൽ നടക്കുന്നതാണ്. അത് 2 മൈറ്റോട്ടിക് ഡിവിഷൻ്റെ ഇടയിൽ നടക്കുന്നതാണ് G1 ഫേസ് എന്ന് പറയുന്നത്. അതായത് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നതിന് ശേഷം പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസും അതുപോലെ തന്നെ പ്രീ DNA സിന്തറ്റിക് ഫേസും, അതായത് മൈറ്റോസിസ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജും സിന്തറ്റിക് ഫേസിന് മുമ്പുള്ള സ്റ്റേജുമാണ് G1 ഫേസ് എന്ന് പറയുന്നത്, ഗ്യാപ്പ് 1 സ്റ്റേജ്. അതുകൊണ്ട് തന്നെ G1 ഫേസിനെ പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസിനോ അല്ലെങ്കിൽ പ്രീ DNA സിന്തറ്റിക് ഫേസ് എന്നോ പറയാം. ഇനി S ഫേസ് എന്ന് പറയുന്ന സിന്തറ്റിക് ഫേസ് ആണ്, DNA സിന്തസിസ് ചെയ്യുന്ന ഫേസ് ആണ് S ഫേസ് എന്ന് പറയുന്നത്. G2 ഫേസ് ഗ്യാപ്പ് 2 ഫേസ് ആണ്, അത് പോസ്റ്റ് DNA സിന്തസിസ് ആൻഡ് പ്രീ മൈറ്റോട്ടിക് ഫേസ് ആണ്. അതായത് പോസ്റ്റ് DNA സിന്തസിസ് കഴിഞ്ഞുള്ള ഫേസ്, മൈറ്റോട്ടിക് ഡിവിഷന് മുമ്പുള്ള സ്റ്റേജ്. അതുകൊണ്ട് തന്നെ പ്രീ മൈറ്റോട്ടിക് ഫേസിനോ അല്ലെങ്കിൽ പോസ്റ്റ് DNA സിന്തറ്റിക് ഫേസിനോ എക്സ്പ്രസ് ചെയ്യാം G2 ഫേസിനെ. അപ്പോൾ G1 ഫേസ് പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ് ആണ്, G2 ഫേസ് പ്രീ മൈറ്റോട്ടിക് ഫേസ് ആണ്. G1 ഫേസ് പ്രീ സിന്തറ്റിക് ഫേസ് ആണ്, G2 ഫേസ് പോസ്റ്റ് സിന്തറ്റിക് ഫേസ് ആണ്. ഓർത്തിരുന്നോളാം കേട്ടോ. ഇനി G1 ഫേസ് എന്ന് പറയുന്നത് ഇന്റർവെൽ ബിറ്റ്വീൻ ദ മൈറ്റോസിസ് ആൻഡ് ഇനീഷ്യേഷൻ ഓഫ് DNA റിപ്ലിക്കേഷൻ ആണ്. അതായത് മൈറ്റോസിസ് കഴിഞ്ഞ് DNA റിപ്ലിക്കേഷന് മുമ്പുള്ള, അതായത് നമ്മൾ പറഞ്ഞില്ലേ പോസ്റ്റ് മൈറ്റോസിസ് ആൻഡ് പ്രീ DNA സിന്തറ്റിക് ഫേസ് ആണ് G1 ഫേസ് എന്ന് പറയുന്നത്. G1 ഫേസിൽ സെല്ല് മെറ്റാബോളിക്കലി വളരെ ആക്റ്റീവ് ആവുകയും അത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതും കാണാം. പക്ഷേ DNAയുടെ റിപ്ലിക്കേഷൻ G1 ഫേസിൽ നടക്കുന്നില്ല. G1 ഫേസിൽ സാധാരണയായിട്ട് mRNAയുടെ സിന്തസിസ് ഉണ്ടാവും, tRNAയുടെ സിന്തസിസ് ഉണ്ടാവും. മെജോറിറ്റി mRNA സിന്തസൈസ് ചെയ്യുന്നത് ഈ G1 ഫേസിലാണ് കേട്ടോ. അതേപോലെ rRNA സിന്തസൈസ് ചെയ്യും, പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യും, സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് പുതിയതായിട്ട് ഉണ്ടാവുന്നത് നമുക്ക് കാണാം. അതേപോലെ ന്യൂക്ലിക് ആസിഡ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിപ്ലിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് ഫോർ ന്യൂക്ലിയോടൈഡ്, പ്യൂരിൻസും പിരിമിഡിൻസും റൈബോ ഷുഗറും ഡിയോക്സി റൈബോ ഷുഗറും ഒക്കെ സിന്തസൈസ് ചെയ്യുന്ന ഏത് സ്റ്റേജിലാണ്? G1 സ്റ്റേജിലാണ്. എന്ന് പറഞ്ഞാൽ G1 സ്റ്റേജിൽ ഗ്രോത്ത് ഓഫ് ദ സെൽ ഇറ്റ് ഒക്കേഴ്സ്. അവിടെ മാക്സിമം RNAs, rRNA, tRNA, mRNA ഇതൊക്കെ, അതേപോലെ തന്നെ പ്രോട്ടീൻ്റെ സിന്തസിസും. പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത് DNA റിപ്ലിക്കേഷന് വേണ്ടിയിട്ട് കുറേ എൻസൈംസ് ഒക്കെ ആവശ്യമുണ്ടല്ലോ, ആ എൻസൈമിൻ്റെ ഒക്കെ സിന്തസിസ് നടക്കും. അതേപോലെ തന്നെ അവിടെ DNA സിന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്, DNAയുടെ മോണോമർ ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡിൻ്റെ പ്രിക്വേഴ്സർ മോളിക്യൂൾ, അതിന് വേണ്ട മോളിക്യൂൾസ് ആയിട്ടുള്ള പ്യൂരിൻസും പിരിമിഡിൻസും അതേപോലെ തന്നെ ഡിയോക്സി റൈബോ ഷുഗറും
ഒക്കെ ഫോം ചെയ്യുന്നത് ഈ G1 ഫേസിലാണ്. എസ് ഫേസിൽ സിന്തസിസ് ഫേസ് ആണ്. അത് ആ സമയത്താണ് DNA സിന്തസൈസ് ചെയ്യുന്നത്, DNA റിപ്ലിക്കേഷൻ നടക്കുന്നത്. DNA റിപ്ലിക്കേഷൻ നടക്കുന്ന ആ സമയത്ത് DNAയുടെ കണ്ടന്റ് ഡബിൾ ആവും. പക്ഷേ ഇനീഷ്യൽ എമൗണ്ട് ഓഫ് DNA 2C, അതിൻ്റെ കോൺസെൻട്രേഷൻ 2C ആണെങ്കിൽ സിന്തറ്റിക് ഫേസ് കഴിയുമ്പോഴത്തേക്ക് അത് 4C കോൺസെൻട്രേഷൻ ആവും. പക്ഷേ ക്രോമസോമിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നില്ല. അപ്പോൾ 46 ക്രോമസോമാണ് നമ്മുടെ സെല്ലിലുള്ളതെങ്കിൽ 46 ക്രോമസോം തന്നെ ഉണ്ടാവുള്ളൂ ആ G1 ഫേസ് കഴിഞ്ഞ് എസ് ഫേസും കഴിഞ്ഞ് കഴിയുമ്പോൾ. പക്ഷേ 46 ക്രോമസോമിൽ എത്ര DNA കണ്ടന്റ് വേണോ അതിൻ്റെ ഇരട്ടി കണ്ടന്റ് ഉണ്ടാവും. അതായത് കോൺസെൻട്രേഷൻ 4C ആയിട്ട് മാറിയിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ക്രോമസോം നമ്പർ ഈവൻ ആഫ്റ്റർ ദ എസ് ഫേസ് റിമെയിൻ സെയിം ആൻഡ് കോൺസെൻട്രേഷൻ ഇറ്റ് വിൽ ബിക്കം ഡബിൾ. അങ്ങനെ ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണയായിട്ട് നമുക്ക് ഒരു സെല്ലിൽ കാണുന്ന DNA ക്രോമാറ്റിൻ ത്രെഡായിട്ടാണ് കാണുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ക്രോമാറ്റിൻ ത്രെഡ് ഇപ്പോൾ ക്രോമസോം നമ്പർ 1 ആണെന്നിരിക്കട്ടെ. ഞാൻ ക്രോമസോം നമ്പർ 1നെ മാത്രം വെച്ച് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ക്രോമസോം നമ്പർ 1 നമുക്ക് എത്ര ഉണ്ട്? 2 ക്രോമസോം നമ്പർ 1 ഉണ്ട്. കാരണം എന്താ, നമ്മൾ ഡിപ്ലോയിഡ് ഓർഗാനിസ, നമുക്ക് ഒരു ക്രോമസോം നമ്പർ 1 ഫാദറിൽ നിന്ന്, ഒരു ക്രോമസോം നമ്പർ 1 മദറിൽ നിന്നും കിട്ടിയതാണ്. അപ്പോൾ ഈ ക്രോമസോമും റിപ്ലിക്കേറ്റ് ചെയ്യും, ഇതും റിപ്ലിക്കേറ്റ് ചെയ്യും. ഇത് ക്രോമസോം നമ്പർ 1 ആണ്, ഇതും ക്രോമസോം നമ്പർ 1 ആണ്. ഇത് റിപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സിസ്റ്റർ ക്രോമാറ്റിഡ് ഇതാ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുമ്മയാണ് ഈ പുതിയ DNA ഉണ്ടാവുന്നത്, പുതിയ ക്രോമസോം ഉണ്ടാവുന്നത്. അതേപോലെ ഈ കേസിൽ നമുക്ക് അതേ സെയിം വേയിൽ പുതിയ ക്രോമസോം ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ കഴിയും. കണ്ടോ, ഒരു പുതിയ ക്രോമസോം ഇവിടെ ഉണ്ടായി, അതായത് ക്രോമാറ്റിൻ ത്രെഡ് ഇതാ ഇവിടെ ഉണ്ടായി. അപ്പോൾ ഇതേലും ഒരു പുതിയ ക്രോമാറ്റിൻ ത്രെഡ് ഉണ്ടായി, ഇതേലും ഒരു പുതിയ ക്രോമാറ്റിൻ ത്രെഡ് ഉണ്ടായി. പക്ഷെ നമ്മൾ പഠിച്ചിട്ടില്ലേ, പ്രൈമറി കൺസ്ട്രക്ഷൻ വരുന്നതിൻ്റെ സെൻട്രോമിയർ റീജിയനിലാണെന്നും ഈ സെൻട്രോമിയർ റീജിയനിൽ എന്തുണ്ട്, അവിടെ ഒരു ഡിസ്കോയിഡ് പ്രോട്ടീനായിട്ട് കൈനറ്റോകോർ ഉണ്ടെന്നും കൈനറ്റോകോർ ഇരിക്കുന്നിടത്തുനിന്ന് അത് സെപ്പറേറ്റ് ആയി പോവില്ല എന്നും. അപ്പം നമ്മൾ ഈ ക്രോമസോമിൻ്റെ കണ്ടന്റ് എക്സ്ട്രാ DNA ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഡബിൾ DNA ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമ്മളതിൻ്റെ നമ്പർ നോക്കുമ്പോൾ അതാ ഇത് ഒറ്റ നമ്പറായിട്ടല്ലേ കാണുള്ളൂ, ഇതും ഒറ്റ നമ്പറായിട്ടല്ലേ കാണുള്ളൂ. അപ്പം നമുക്ക് ആ ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം എന്ന് പറയുന്ന ഡിപ്ലോയിഡ് തന്നെയായിട്ടായിരിക്കും ഇരിക്കുന്നത് ഈവൻ ആഫ്റ്റർ ദ സിന്തറ്റിക് ഫേസ്. പക്ഷേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ 2n എന്നുള്ളത് 2n തന്നെയായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കണ്ടന്റ് ഓഫ് DNA കണ്ടന്റ് നേരെ ഡബിൾ ആയില്ലേ. കണ്ടോ, അത് ഇത്രയും കണ്ടന്റിന് പകരം എന്താ ഇത്രയും കണ്ടന്റായി എന്ന് പറഞ്ഞാൽ ഒരു ക്രോമസോമിൽ ഇരിക്കേണ്ട DNAയുടെ ഇരട്ടി DNA ഉണ്ട് ഈ ഒരു സിംഗിൾ ക്രോമസോമിൽ നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ 2C എന്നുള്ളത് 4C കണ്ടന്റ് ഓഫ് DNA ആയി. അപ്പോൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്, എ ക്രോമസോം വിത്ത് സിസ്റ്റർ ക്രോമാറ്റിഡ് എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. ഇവർ സിസ്റ്റേഴ്സാന്ന് പറയാനുള്ള കാരണം എന്താണ്, ഈ ക്രോമാറ്റിൻ ത്രെഡുമ്പോൾ ഉണ്ടായ പുതിയൊരു ക്രോമാറ്റിൻ ത്രെഡാണിത്. അതുകൊണ്ട് ഇത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്, ഇതും സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. അപ്പോൾ ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഒരിക്കലും സെപ്പറേറ്റ് ആയി പോകുന്നില്ല, ആ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നത് വരെ ഇത് സെപ്പറേറ്റ് ആയി പോകുന്നില്ല, ബിക്കോസ് ഓഫ് ദ സെൻട്രോമിയർ റീജിയൻ കൈനറ്റോകോർ പ്രോട്ടീൻ. അപ്പോൾ ആ സെൻട്രോമിയർ റീജിയൻ കൈനറ്റോകോർ പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് number of the DNA it is not increasing, or number of the chromosome it is not increasing, it is remain as 2n, but the concentration of the chromosome it is increasing, that is increasing to double as 4C കേട്ടോ. അപ്പോൾ എസ് ഫേസ് കഴിയുമ്പോൾ ക്രോമസോം നമ്പർ 2n ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും എങ്കിലും 4C കണ്ടന്റ് ഓഫ് DNA ഉണ്ടാവും കേട്ടോ. ഇനി ആനിമൽ സെല്ലിൽ സിന്തറ്റിക് ഫേസിൽ DNA റിപ്ലിക്കേഷൻ നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ സെൻട്രിയോളും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സൈറ്റോപ്ലാസത്തിൽ. G2 ഫേസിൽ പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്നത്, അതായത് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുക. എക്സാമ്പിൾ ഈ ഫേസ് ഈ സെൻട്രിയോൾ എന്നുണ്ടാകുന്ന സ്പിൻഡിൽ ഫൈബേഴ്സ് ഉണ്ടല്ലോ, ആ സ്പിൻഡിൽ ഫൈബേഴ്സ് DNA ഇതിൻ്റെ മൈറ്റോട്ടിക് ഡിവിഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷനൊക്കെ അന്നേരമാണ് നടക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ ഈ ഒരു കോളത്തിൽ കൊടുത്തേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ഗ്രോ ചെയ്യുന്നത്, അവരുടെ ലൈഫിൽ അവരെങ്ങനെയാണ് ത്രൂ ഔട്ട് ഗ്രോ ചെയ്യുന്നത്. പ്ലാന്റ്സിൽ എല്ലാ സമയത്തും ഇത് ഗ്രോ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഗ്രോ ചെയ്യുന്നുണ്ട് അല്ലേ. എല്ലാ സെൽസും കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് പ്ലാന്റ്സിൻ്റെ കേസിൽ. ആനിമൽസിൻ്റെ കേസിലോ അങ്ങനെ നടക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ്സിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഒരു സ്പെഷ്യൽ ടിഷ്യൂ ഉണ്ടാവും സെൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി. അതിനെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നാണ് പറയുന്നത്. അതേസമയം ആനിമൽ സെല്ലിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇല്ലാത്തത് കൊണ്ടാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത് നടത്താത്തത്. അതേപോലെ തന്നെ അവർ ലോക്കലൈസ്ഡ് ഗ്രോത്ത് നടക്കാത്തതും അതുകൊണ്ടാണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കൊണ്ടല്ല ആനിമൽസിലെ ഗ്രോത്ത് ഉണ്ടാവുന്നത്. അവർക്ക് യൂണിഫോം ഗ്രോത്ത് ആണ്. അവിടെ
യൂണിഫോം ഗ്രോത്ത് നടക്കുന്നത് ഈവൻ ആയിട്ടാണ്, എല്ലാ ബോഡിയുടെ എല്ലാ പാർട്സിലും ഒരേപോലെയാണ് ഇവിടെ യൂണിഫോം ഗ്രോത്ത് നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നെക്സ്റ്റ് പോർഷൻ നമുക്ക് നോക്കാം. സി ഹിയർ ദ എം ഫേസ് സ്റ്റാർട്ട്സ് വിത്ത് ന്യൂക്ലിയർ ഡിവിഷൻ കറസ്പോണ്ടിങ് ടു ദ സെപ്പറേഷൻ ഓഫ് ഡോട്ടർ ക്രോമോസോം ഓർ കാരിയോകൈനസിസ് ആൻഡ് യൂഷ്വലി എൻഡ് വിത്ത് ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം ഓർ സൈറ്റോകൈനസിസ്. Interphase, though called the resting phase, is the time during which the cell is preparing for division by undergoing both cell growth and DNA replication in an orderly manner. The interphase is divided into 3 further phases as G1 phase, S phase and G2 phase. G1 phase gap 1 phase ആണ്. G1 phase is post mitotic and pre-synthetic phase ആണ്. S phase is synthetic phase, DNA synthesis ചെയ്യുന്ന phase ആണ്. G2 phase is pre-mitotic phase ഉം post DNA synthetic phase ഉം ആണ് G2 phase എന്ന് പറയുന്നത്. G1 phase corresponds to the interval between the mitosis and initiation of DNA replication. During G1 phase, the cell is metabolically active and continuously grow but does not replicate its DNA. S or synthetic phase marks the period during which the DNA synthesis or replication take place. During this time, the amount of DNA per cell doubles or the concentration will double. If the initial amount of DNA is denoted as 2C, then it increases to 4C in the synthetic phase. However, there is no increase in the chromosome number if the cell had diploid or 2n number of chromosome at G1. Even after S phase, the number of chromosomes remain the same, that is 2n. In animal cells, during the S phase, DNA replication begins in the nucleus and the centriole duplicate in the cytoplasm. DNA replication nucleus നടക്കുന്ന അതേ സമയം സൈറ്റോപ്ലാസത്തിൽ സെൻട്രിയോളും replicate ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. During the G2 phase, proteins are synthesized in preparation for mitosis while cell growth continues. അപ്പോൾ നമ്മൾ ഈ സെൽ ഗ്രോത്ത് G1 ഫേസിലും S ഫേസിലും G2 ഫേസിലും കണ്ടിന്യൂ ചെയ്യുന്ന കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിത് ഈ ഒരു പോർഷൻ കൂടെ വായിച്ചു നോക്കാം. How do plants and animals continue to grow all their lives? Do all cells in a plant divide all the time? Do you think all cells continue to divide in all plants and animals? Can you tell the name and the location of tissues having cells that divide all their life in higher plants? Do animals have similar meristematic tissues? ഇതിൻ്റെ ആൻസർ നമ്മൾ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിരുന്നു അല്ലേ? ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അതായത് ഒരു പാരഗ്രാഫും കൂടെ ഉണ്ട് ഇതിനകത്ത്. ഈ ഒരു പോർഷനിൽ വിൽ ജസ്റ്റ് സീ ദാറ്റ്. ചില സെൽസ് അഡൽട്ട് ആനിമൽസിൽ ഡിവിഷൻ നടക്കാത്ത സെൽസ് ഉണ്ട്. ഡു നോട്ട് അപ്പിയർ ടു എക്സിബിറ്റ് ഡിവിഷൻ. എക്സാമ്പിൾ ഹാർട്ട് സെൽസിന് ഡിവിഷൻ നടക്കുന്നില്ല. അതേപോലെ തന്നെ വേറെ ചില സെൽസ് ഒക്കേഷണലി മാത്രം ഡിവൈഡ് ചെയ്യുന്നതാണ്. അതായത് എന്തെങ്കിലും ഒരു സെല്ല് റീപ്ലേസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സെല്ല് ലോസ് ആയി പോയാലോ, ഇഞ്ചുറി കൊണ്ടോ സെൽ ഡെത്ത് കൊണ്ടോ ഒക്കെ ലോസ് ആയി പോയാൽ മാത്രം ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെൽസ് ഇറ്റ് ഡു നോട്ട് ഡിവൈഡ് ഫർദർ ആൻഡ് ഇറ്റ് എക്സിറ്റ് G1 ഫേസ്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ളൊരു സെല്ല്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കാത്തൊരു സെല്ല് G1 ഫേസിൽ എൻ്റർ ചെയ്തതിനു ശേഷം അത് G1 ഫേസിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് ക്യുസൻ സ്റ്റേജിലേക്ക് മാറും. ക്യുസൻ സ്റ്റേജ് ഇനാക്റ്റീവ് സ്റ്റേജ് ആണ് കേട്ടോ. ഈ ക്യുസൻ സ്റ്റേജ് നമ്മൾ G0 സ്റ്റേജ് ഓഫ് ദ സെൽ സൈക്കിൾ എന്നാണ് പറയുന്നത്. G0 സ്റ്റേജ് ഓഫ് ദ സെൽ സൈക്കിളിലേക്ക് ഒരു സെല്ല് എൻ്റർ ചെയ്യുന്ന G1 ഫേസിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. G1 ഫേസിലിരിക്കുന്ന ഒരു സെല്ല്, മെറ്റാബോളിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു സെല്ല് ആ ഡിവിഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എക്സിറ്റ് ആയിട്ട് G0 ഫേസ് ഓഫ് ദ സെൽ സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യും. അതായത് ക്യുസൻ സ്റ്റേജിലേക്ക്, ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യും. ഈ സ്റ്റേജിൽ സെൽസ് മെറ്റാബോളിക്കലി ആക്റ്റീവ് തന്നെയായിരിക്കും. പക്ഷേ ഇത് മെറ്റാബോളിക്കലി ആക്റ്റീവ് ആണെങ്കിൽ പോലും ഇനി അത് പ്രോലിഫറേറ്റ് ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് കിട്ടുന്നത് വരെ, അതിൻ്റെ ഓർഗാനിസത്തിനെ ആ സെല്ല് ഡിവൈഡ് ചെയ്യേണ്ട ഒരു റിക്വയർമെൻറ്റ് വരുന്നത് വരെ അത് എസ് ഫേസിലേക്കോ G2 ഫേസിലേക്കോ പോവില്ല. അതുകൊണ്ടാണ് ഇത് ഇനാക്റ്റീവ് സ്റ്റേജിലിരിക്കുന്നു പറഞ്ഞത്. അതല്ലാതെ സെല്ല് ചത്തുപോകുന്നൊന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ആ മെറ്റാബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും, പക്ഷേ ബട്ട് നോ ലോങ്ങർ പ്രോലിഫറേറ്റ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് അൺലെസ് കോൾഡ് ഓൺ ടു ഡൂ സോ. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് കിട്ടുന്നത് വരെ അത് പ്രോലിഫറേറ്റ് ചെയ്യില്ല. ഡിപ്പെൻഡിങ് ഓൺ ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ഓർഗാനിസത്തിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അത് ഡിവൈഡ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് കിട്ടിയാൽ മാത്രമാണ് ക്യുസൻ സ്റ്റേജിലിരിക്കുന്ന ഒരു സെല്ല് എസ് ഫേസിലേക്ക് എൻ്റർ ചെയ്യും, G2 ഫേസിലേക്ക് എൻ്റർ ചെയ്യും, M ഫേസിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ആനിമൽസിൻ്റെ കേസിലാണെങ്കിൽ മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ, ഡിപ്ലോയിഡ് സൊമാറ്റിക് സെൽ
ആനിമൽസിലാണ് സാധാരണയായിട്ട് കാണുന്നത്. ചില എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഹാപ്ലോയിഡ് സെൽസ് മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്യുന്ന, അതായത് മെയിൽ ഹണി ബീസിലൊക്കെ ഹാപ്ലോയിഡ് സെൽസ് മൈറ്റോട്ടിക് ഡിവിഷൻ വഴി, മെയിൽ ഹണി ബീസ് ഹാപ്ലോയിഡ് ഓർഗാനിസംസ് ആണല്ലോ, അപ്പോൾ അത് ഹാപ്ലോയിഡ് സെല്ലാണ് അതിൻ്റെ സൈഗോട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പാർത്തനോജനസിസ് വഴി ഉണ്ടാകുന്നതാണല്ലോ, അതായത് ഫ്യൂഷൻ നടക്കാതെ, അത് എന്താണ് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാകുന്നതാണ് ഹണി ബീസ്, മെയിൽ ഹണി ബീസ്. അങ്ങനത്തെ കേസിലൊക്കെ എന്താവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാപ്ലോയിഡ് സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഒരു പുതിയ ഓർഗാനിസം, മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന പുതിയ ഓർഗാനിസം ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ പറ്റും. ആനിമൽസിൻ്റെ കേസിൽ സാധാരണയായിട്ട് ഹാപ്ലോയിഡ് സെൽസ് അല്ല, ഡിപ്ലോയിഡ് സെൽസ് ആണ് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കാറ്. പക്ഷേ പ്ലാന്റ്സിൻ്റെ കേസിൽ മൈറ്റോട്ടിക് ഡിവിഷൻ ഹാപ്ലോയിഡ് സെൽസിനും ഡിപ്ലോയിഡ് സെൽസിനും നടക്കാറുണ്ട്. നമ്മൾ പ്ലാന്റ് കിങ്ഡം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിനകത്ത് താലോഫൈറ്റ് അല്ലെങ്കിൽ ആൽഗെ എന്ന് പറയുന്നത് എന്താണ്? ഹാപ്ലോയിഡ് ആണ്. ഈ ഹാപ്ലോയിഡ് ആൽഗെ അത് വളരാൻ വേണ്ടിയിട്ട് എന്ത് വേണം? മൈറ്റോട്ടിക് ഡിവിഷൻ വേണം. അപ്പോൾ അവിടെ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ട് ഹാപ്ലോയിഡ് സെല്ലിൽ. അതേപോലെ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈഗോട്ട് മിയോട്ടിക് ഡിവിഷൻ നടന്ന സ്പോർ ഉണ്ടായ, ഹാപ്ലോയിഡ് സ്പോർ ഉണ്ടായ, അത് ഡിവൈഡ് ചെയ്തിട്ട് പുതിയ പ്ലാന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് മൈറ്റോട്ടിക് ഡിവിഷനാണ് നടക്കുന്നത്. അതേപോലെ ബ്രയോഫൈറ്റിൻ്റെ കേസിൽ നമുക്കറിയാം, ആ എന്താണ് സ്പോർ ഫോം ചെയ്യുന്നത് നമുക്കറിയാലോ, അതിൻ്റെ അകത്ത് ഗ്യാമീറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ നിന്ന് ഉണ്ടാകുന്ന മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുകയും സൈഗോട്ട് ഡെവലപ്പായിട്ട് സ്പോറോഫൈറ്റ് ആയിട്ട് മാറി, സ്പോറോഫൈറ്റിലെ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലിരിക്കുന്ന സ്പോർ മദർ സെല്ല് അത് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് മാറുകയും ചെയ്യും. ഈ ഹാപ്ലോയിഡ് സ്പോർ വിതർ ഓഫ് ചെയ്ത് അത് താഴെ വീണിട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ് ഗ്യാമീറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഉണ്ടാക്കുന്നതും അവിടെ ആന്തറീഡിയം ആർക്കിഗോണിയം ഒക്കെ ക്യാരി ചെയ്യുന്ന ഒരു ഗ്യാമീറ്റോഫൈറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ബ്രയോഫൈറ്റിലും ഹാപ്ലോയിഡ് സെല്ലിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ട്. ഇനി ടെറിഡോഫൈറ്റിൻ്റെ കേസിലൊന്ന് ആലോചിച്ച് നോക്കിയേ. ടെറിഡോഫൈറ്റിൻ്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റും ഹാപ്ലോയിഡ് സെല്ല് മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തുന്നത്. കാരണം ടെറിഡോഫൈറ്റ് ഡിപ്ലോയിഡ് സ്റ്റേജിലായിരിക്കുന്നെങ്കിലും അതിൻ്റെ സ്പൊറാഞ്ചിയയുടെ ഉള്ളിലിരിക്കുന്ന സ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷൻ നടന്ന് സ്പോർസ് ഉണ്ടാവുകയും ആ സ്പോർ ഡെവലപ്പ് ചെയ്തിട്ട് ഗ്യാമീറ്റോഫൈറ്റ് പ്രോതാലസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആ പ്രോതാലസ് എന്താണ്? ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ ആ സ്പോറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഗ്യാമീറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് സ്ട്രക്ചറാണ്. ആ ഹാപ്ലോയിഡ് സ്ട്രക്ചർ ഉണ്ടാകുന്ന എങ്ങനെയാണ്? മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ്. സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, പ്ലാന്റ്സിൻ്റെ കേസിൽ നമുക്ക് ഈസി ആയിട്ട് ഹാപ്ലോയിഡ് സെൽസും ഡിപ്ലോയിഡ് സെൽസും ഒക്കെ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നതാണ്. പക്ഷേ ആനിമൽസിൻ്റെ കേസിൽ പാർത്തനോജനസിസ് വഴി ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ മാത്രമാണ് നമുക്ക് ഹാപ്ലോയിഡ് സെൽസിൽ മൈറ്റോട്ടിക് ഡിവിഷൻ അറിയാൻ പറ്റുള്ളൂ കേട്ടോ, കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ഞാൻ ഇപ്പോൾ പറഞ്ഞ പ്ലാന്റ് കിങ്ഡം, അതിനകത്ത് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്ലാന്റ്സിലെ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഈ പറയുന്ന ഹാപ്ലോയിഡ് സെൽസ് മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതായത് താലോഫൈറ്റിൻ്റെ കേസിൽ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൽ നടക്കുന്നുണ്ട്, ഹാപ്ലോ ഡിപ്ലോണ്ടിക് അവിടെ നടക്കുന്നുണ്ട്. അതാണ് ബ്രയോഫൈറ്റിലും ടെറിഡോഫൈറ്റിലും. ഇനി ആൻജിയോസ്പേംസിലും ജിംനോസ്പേമിലും ഹാപ്ലോയിഡ് സെല്ല് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഉണ്ട്. പോളൻ ഗ്രെയിനിൻ്റെ ഉള്ളിൽ വന്നിട്ട് മൈറ്റോട്ടിക് ജനറേറ്റീവ് സെല്ല് ഒരെണ്ണം ഉണ്ടായിട്ട് അത് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ആ നെക്സ്റ്റ് ജനറേറ്റീവ് സെൽ ഉണ്ടാവുന്നത് അല്ലേ. അതേപോലെ തന്നെ എംബ്രിയോസൈക്കിൻ്റെ ഉള്ളിലാണെങ്കിലും ആ എംബ്രിയോസൈക്കിൻ്റെ ഉള്ളിലിരിക്കുന്ന ന്യൂക്ലിയസ് കാരിയോകൈനസിസ് നടക്കുമ്പോൾ, അതേപോലെ സൈറ്റോകൈനസിസ് നടക്കുമ്പോൾ ഹാപ്ലോയിഡ് സെൽസ് ആണ് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നത് അവിടെ. അപ്പോൾ അവിടെ വളരെ കുറച്ച് മാത്രമാണ് ഹാപ്ലോയിഡ് സെൽസ് മാത്രമാണ് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. അതേപോലെ നമ്മൾ ഓൾറെഡി മൈറ്റോസിസ് ഓണിയൻ റൂട്ട് ടിപ്പ് സെൽസിൽ പഠിച്ചിട്ടുണ്ട്. അതിന് 16 ക്രോമസോംസ് ആണ് ഓരോ സെല്ലിലും ഉള്ളെങ്കിൽ ക്യാൻ യു ടെൽ ഹൗ മെനി ക്രോമസോംസ് വിൽ ദ സെൽ ഹാവ് അറ്റ് G1 ഫേസ്? G1 ഫേസിലും 16 ക്രോമസോമേ ഉണ്ടാവുള്ളൂ. S ഫേസ് കഴിഞ്ഞാലും 16 ക്രോമസോമേ ഉണ്ടാവുള്ളൂ. M ഫേസ് കഴിഞ്ഞാലും 16 ക്രോമസോമേ ഉണ്ടാവുള്ളൂ. ഈ DNA കണ്ടന്റ് എങ്ങനെയായിരിക്കും സെല്ലിനകത്ത്? G1 ഫേസ് കഴിയുമ്പോൾ 2C തന്നെയായിരിക്കും, S ഫേസ് കഴിഞ്ഞ് കഴിയുമ്പോൾ 4C ആയിരിക്കും, G2 ഫേസ് കഴിയുമ്പോഴും 4C ആയിരിക്കും, M ഫേസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വീണ്ടും എന്താവും? 2C ആയിട്ട് മാറും. അപ്പം നമുക്ക് ഈ പോർഷൻ ഒന്ന് വായിച്ചു നോക്കാം. സം സെൽസ് ഇൻ ദ അഡൽട്ട് ആനിമൽസ് ഡു നോട്ട് അപ്പിയർ ടു എക്സിബിറ്റ് ഡിവിഷൻ. എക്സാമ്പിൾ, ഹാർട്ട് സെൽസ് ആൻഡ് മെനി അതർ സെൽസ് ഡിവൈഡ് ഓൺലി ഒക്കേഷണലി ആസ് നീഡഡ് ടു replace cells that have been lost because of injury or cell death. These cells that do not divide further exit G1 phase to enter an inactive stage called quiescent stage, G0 of cell cycle. Cells in this stage remain metabolically active but no longer proliferate unless called on to do so, depending on the requirement of the organism. In animals, mitotic cell division is only seen in the diploid somatic cells. However, there are few exceptions to this where haploid cell divide by mitosis. For example, male honeybees. Against this, the plants can show mitotic divisions in both haploid and diploid cells. From your recollection of examples of alternation of generation in plants, identify
Identify the plant species and stages at which mitosis is seen in haploid cells. You have studied mitosis in onion root tip cells. It has 16 chromosomes in each cell. Can you tell how many chromosomes will the cell have at G1 phase, after S phase, and after M phase? Also, what will be the DNA content of the cell at G1 after S and at G2 if the cell content after M phase is 2C? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഇത്രയാണ് പഠിക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം ഈ എം ഫേസ് ഒക്കെ. എം ഫേസിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം. ഓക്കെ.